ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു സംഭവം കാണിച്ചു കേട്ടോ. എൻ്റെ അയ്യോ അപ്പോൾ അത്ര കണ്ടില്ലേ, വന്ന പാക്ക് ഉണ്ടാ. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന പാക്കായിരുന്നു. പക്ഷേ നമ്മളെന്ത് ചെയ്തു, ഇന്നലെ കൊണ്ട് 1000 കോയിൻസ് കൊണ്ട് കൊടുത്തു കൊനാമിക്ക്. അപ്പോൾ ഇതിൽ കറക്കനാകെ അപ്പോൾ കളിച്ച് ഏകദേശം ലാപ്പ് കംപ്ലീറ്റ് ആക്കി. ആ ഫ്രീ സ്പിന്നിൻസ് കൊടുത്തു, 700 കോയിൻസും ആക്കിയിട്ട്. അപ്പോൾ ഇത് വെച്ച് തുടങ്ങാം. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ആരെ കിട്ടിയാലും ആരെടുത്താലും കണക്കാം. കൊണ്ടുപോയി വിൽക്കാനുള്ള പ്ലേസ് അതൊക്കെ എടുക്കാം. ഓക്കെ പോട്ടെ. അപ്പോൾ 700 കോയിൻസും കൊടുമേ കൊണ്ടുവരാണ് നമ്മൾ വിയരനെയും ഡെസൈലിനെയും തോരാമിനെയും എടുക്കാൻ പോണത്. അപ്പോൾ കിട്ടും എന്താ പറയുക. ഇന്നലെ ഹാലൻഡിൻ്റെ ബെലിംഗാമിൻ്റെ പാക്ക് വർത്ത് തന്നെയാണ്, പക്ഷേ അതിനെക്കാട്ടും കുറച്ചുകൂടെ വർത്ത് പാക്കാണ് ഇതിപ്പോൾ വന്നത്. പിക്ക് കാർഡ്സുമാണ് പോരാത്ത അത്രയും നേരം മെറ്റാ കാർഡ്സുമാണ് ഈ ഗെയിമിൽ തന്നെ. പക്ഷേ ഞാൻ മണ്ടത്തരം കാണിച്ചു. ഒരിക്കലും കോയിൻ സേവ് നിങ്ങൾ ചെയ്തിട്ടോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. ഒരു ദിവസം വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു ഉച്ച വരെ വെയിറ്റ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് ഉച്ച വരെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു എനിക്ക്. ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാണ്ട് കേട്ടോ. പോട്ടെ. ഇപ്പോൾ എനിക്ക് 200 കോയിൻസിൽ കിട്ടിയില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു തിങ്കളാഴ്ച ഒരു 50 കോയിൻ കിട്ടാണ്ട്, പിന്നെ ഒരു രോഗമൂണ സംഭവം കൂടെ കിട്ടാണ്ടല്ലോ. അപ്പോൾ അതും കൂടെ കിട്ടിയിട്ട് 100 കോയിൻ കൂടെ ട്രൈ ചെയ്യാൻ പറ്റും. മൊത്തം 3 ട്രൈ മാത്രം ഈ ഒരു പാക്കിൽ എടുക്കാൻ പറ്റും. 1300 കോയിൻസിൻ്റെ അടുത്ത്, എന്താ പറയുക, 13 ട്രൈൻ്റെ അടുത്ത് എനിക്ക് ഇതിൽ കൊടുക്കാം. ഒരു 900 കൊടുക്കാൻ പറ്റുമായിരുന്നു ഫാൻസ് പാക്ക് പറ്റുകയാണ് തന്നെ. പക്ഷേ മണ്ടത്തരം കാണിച്ചു. ഈ പാക്ക് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഈ ഫ്രീ ട്രൈ അതുകൊണ്ടൊന്നും പറയാത്ത. ഇതിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കണക്കാം. അപ്പോൾ ഇതിൽ ഇവിടത്തൊക്കെ പ്ലേസിന് കിട്ടുന്നത് എന്താ പറയുക, ഇത് നമുക്ക് ഓൾറെഡി ഒരു ഗ്യാരണ്ടീഡ് ഷോർട്ട് ടൈം കിട്ടും. ഇപ്പോൾ ഒരു സ്പിൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം കിട്ടും, അതിലാരും കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് വലിയ സീരിയസ് ആയി എടുക്കുന്നില്ല. ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ കണക്കാം. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് നമ്മുടെ മെയിൻ പാക്കിലോട്ടാണ്. ഇത് പോട്ടെ. ആശിച്ച പാക്കാണ്. എന്താ കൊടുക്കാൻ ഒരു പ്രതീക്ഷയില്ല കേട്ടോ. എന്ത് വിചാരിച്ചിട്ടാണ് ഇവരോട് പറയാം എനിക്ക് എപ്പിക്കിൻ്റെ തരണമെന്ന്? ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, ഫസ്റ്റ് ട്രൈ ഇങ്ങനെ പോയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രൈ കൊടുക്കാം. ഡിസൈലിന് വേണ്ട, ആദ്യമായിട്ടിരിക്കും ബിഗ് ടൈം വന്നിട്ട് വേണ്ടായിരുന്നു. ഡിസൈൻ എനിക്ക് വേണമെന്നില്ല. കിട്ടാണെങ്കിൽ തന്നെ ഈ 2 എപ്പിക്കില്ലേ അവരുണ്ടെങ്കിൽ കിട്ടേണ്ടത്. എങ്ങനെ ചോദിക്കടാ, ഞാൻ 200 കോയിൻ കൊണ്ടിട്ട് തരാമെന്ന് പറഞ്ഞിട്ട്. ഒരു 1000 കോയിൻ പിന്നെയും ചോദിക്കായിരുന്നു, ഒന്നെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ ട്രൈ CB ഒന്നുമില്ല. ഓക്കെ, സോൾട്ട് ആർക്ക് വേണം? കോസിറ്റ് ബ്രോ. ഞാൻ എന്തിനാണ് 1000 കോയിൻസാണ് കൊടുത്തത് ഇന്നലെ ഈ പാക്കിൽ. മിസ്റ്റേക്കായി പോയി. ചെറിയ മിസ്റ്റേക്കാണ്, വലിയ മിസ്റ്റേക്കാണ് പറയുന്നില്ല. പക്ഷെ എന്നാലും ഇത് ഒരു പ്ലെയറിനൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ വിഷമമില്ലായിരുന്നു. കിട്ടിയിട്ടുമില്ല. ഞാൻ ഇത്രയും കാലം കാത്തുന്ന പാക്ക് വരികയും ചെയ്തു. ഇപ്പോൾ കോയിൻസും ഇല്ല കറക്കാൻ. നല്ലൊരവസ്ഥയാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലുണ്ടാവും. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കോയിൻ സേവ് ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ചെയ്ത പോലെ പെട്ടെന്നൊരു പാക്ക് പോയി കറക്കണ്ട. എനിക്ക് ആക്ച്വലി ഇന്നലെ രാത്രിയാണ് പാക്ക് ഇറക്കിയത് ഐലൻഡിൻ്റെ ബെല്ലിംഗാമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത് ജസ്റ്റ് ഒരു നെക്സ്റ്റ് ഡേ ഉച്ച വരെ കാത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എനിക്ക്. ഇപ്പം മേ ബി ഇതിനകത്തൊരു പ്ലെയറിനെ കിട്ടി ബാക്കി എന്താ കോയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഹാൻഡിനെ ഇട്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അത് ചെറിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. പക്ഷേ കോയിൻ മുടക്കി എനിക്ക് വലിയ ഒന്നും പറയാനില്ല. കൺഫ്യൂസ്ഡ് ആയിപ്പോയി നന്നായിട്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലടാ. അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. സോ നമ്മുടെ സ്കോഡ് ഇതുപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും. ഇതിലേക്കൊക്കെ എടുക്കാനുള്ള പ്ലേയേഴ്സ് ആയിരുന്നു തുറാമും വിയരൊക്കെ. പക്ഷെ എന്തായാലും അതിൻ്റെ ചാൻസ് കഴിഞ്ഞു. സോ ബൈ.